ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുക. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അതുപോലെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ കേരളത്തിനുള്ളിൽ മാക്സിമം 2 ദിവസം അതിനുള്ള പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ നമ്മൾ പ്ലാന്റ്സ് എന്നാണോ അയക്കുക എന്ന് പറയുന്നത് അന്ന് തന്നെ ഞാൻ അതിൻ്റെ ബോക്സിൻ്റെ പിക്ക് അയക്കാറുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെയാണ് അയച്ചു കൊടുക്കാറ്. അതിൽ തന്നെ ട്രാക്കിംഗ് നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് പ്ലാന്റ്സ് കൈപ്പറ്റുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. ബാസ്ക്കറ്റ് പ്ലാന്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഗ്രീൻ കളറാണ് ഇതിൻ്റെ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. അടുത്തത് മുരായ മിനിയേച്ചർ, നമ്മുടെ മരമുല്ല അല്ലെങ്കിൽ കാമിനിമുല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. നമുക്കിത് ചെറിയ പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും. അതുപോലെ ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് ഇതിലെ പൂക്കൾ. നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതുപോലെ നല്ല ഡിസൈനോട് കൂടിയ ലീഫാണ് ഇതിന് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് പാസിഫ്ലോറയുടെ റെഡ് കളറിൽ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾ. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ബാംബു ഓർക്കിഡ് ആണ്. ഇതിൻ്റെ തൈകൾ നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യാം. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അടുത്ത പ്ലാന്റ് റോസിഡ പ്ലാന്റ്സ് ആണ്. റോസിഡയുടെ ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് റോസിഡ പ്ലാന്റ്സ്. സാധാരണ 3 കളറാണ് സെയിലിന് വരാറുള്ളത്, റെഡും യെല്ലോയും പിങ്കും. ഇപ്പോൾ പിങ്ക് നമുക്ക് സ്റ്റോക്കില്ല. ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. റെഡ് കളറ് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റും അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു കളറ് കൊണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അടുത്തതായിട്ട് യെല്ലോ റോസിഡ പ്ലാന്റ് ആണ്. യെല്ലോ റോസിഡ കുറച്ചുകൂടി കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇതാണ് പൂക്കൾ. നിറയെ തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ വരാറുണ്ട് ഈ ഒരു പൂക്കൾ വിരിയുന്ന സമയത്ത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫിന് കുറച്ചുകൂടി ഒരു ഗ്രീൻ കളറായിരിക്കും വരിക പ്ലാന്റിന്. ഇതാണ് യെല്ലോ റോസിഡ പ്ലാന്റ്സ് വരിക. ഇതിന് ഒരു റെഡ് കളർ ലീഫിന് വരാറില്ല. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുക. റോസിഡ പ്ലാന്റ്സിന് 2നും 100 രൂപ വീതമാണ് റേറ്റ് വരുന്നത്. നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് ഗാർലിക് വൈൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതാണ് ഗാർലിക് വൈൻ്റെ പൂക്കൾ. നല്ല ഭംഗിയാണ്. പൂക്കൾ കണ്ടിട്ടുള്ളവർക്കറിയാം, നിറയെ ചെടി നിറയെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇതാണ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ പൂക്കൾക്ക് അസാധ്യ സുഗന്ധമാണ്. ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് ഈ ചെടിയിൽ ഇങ്ങനെ കാണുന്ന കുഞ്ഞു കുഞ്ഞു മഞ്ഞ മുത്തുകൾ പോലെ കാണുന്ന അത് തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ. പൂക്കളിങ്ങനെ വിടരാതെ മുട്ടുകളായിട്ട് തന്നെ നിൽക്കും. നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരിക. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ചൈനീസ് പെർഫ്യൂം പ്ലാന്റ്സിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു വാണ്ടറിങ് ജൂ പ്ലാന്റ് ആണ്. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ മതി. ഇതിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു നാടൻ വെറൈറ്റി റോസ് ആണ്. ഇതിൻ്റെ പെറ്റൽസ് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്, കമ്പ് വെട്ടി നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പിങ്ക് കളറ് ഒരു വൈറ്റ് കളറൂടെ ചേർന്നാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഈ ഒരു പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് കമ്മൽ റോസാണ്. വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ്. അതുപോലെ ലീഫും എല്ലാം വളരെ ചെറുതായിരിക്കും മറ്റ് റോസിനെ അപേക്ഷിച്ച്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിനും 90 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്.
അടുത്തത് ഈ കാണുന്ന പൂക്കൾ വിരിയുന്ന റെയിൻ ലില്ലി പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ ഒരു തവണ സെയിലിന് കൊണ്ടുവന്നതാണ്. ഒരുപാട് പേരൊന്ന് വാങ്ങിയിരുന്നു. സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു വൈറ്റും പിങ്ക് കൂടെ ഒരു ബേബി പിങ്ക് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരിക. അപ്പോൾ ബൾബോട് കൂടി ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് സ്ട്രോബെറി പേരയാണ്. നമ്മൾ ഒരുപാട് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റാണിത്. നല്ല ഡാർക്ക് റെഡ് കളറിലായിരിക്കും ഇതിൻ്റെ കായകൾ പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഫൈക്കസ് പേരയാണ്. സ്ട്രോബെറി പേരയുടെ ഇലകളുമായിട്ട് ഏകദേശം ഒരുപോലെ തന്നെ തോന്നുന്ന ലീഫാണ് ഇതിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് സെയിലിനുള്ളത് മണിമുല്ലയുടെ പ്ലാന്റ്സ് ആണ്. മണിമുല്ല പ്ലാന്റ്സ് ഉള്ളവർക്കൊക്കെ അറിയാം, ഇപ്പോൾ ചെടി നിറയെ ഇലകൾ കാണാത്തതുപോലെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് മണിമുല്ല പ്ലാന്റ്സിൻ്റേത്. അപ്പോൾ നല്ല ഭംഗിയാണ്, ചെടി നിറയെ പൂക്കൾ, അതേത് പ്ലാന്റ് ആണെങ്കിലും അതെ. അപ്പോൾ ഇതാണ് മണിമുല്ലയുടെ പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് മോൺസ്ട്ര ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് മുൻപ്. വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് മൂൺലൈറ്റ് പോത്തോസ് ആണ്. കുറച്ചൊരു വെറൈറ്റി ആയിട്ട് വരുന്ന പോത്തോസ് പ്ലാന്റ് ആണിത്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് സാറ്റൻ പോത്തോസ് ആണ്. നല്ല ഭംഗിയാണ് സാറ്റൻ പോത്തോസിൻ്റെ ലീഫ് കാണാനായിട്ട്. ഇതിന് 30 രൂപയാണ് റേറ്റ്. അടുത്തത് സെയിലിനുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ്. ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. ഇതിന് 15 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് പൈപ്പർ ഓർണാറ്റം പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റും പൈപ്പർ വെറൈറ്റി തന്നെയാണ്. ഒരു പിങ്ക് കളറ് ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ്. സിൽവറും പിങ്കും കൂടെ ചേർന്ന് ലീഫിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിന് 130 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഈ കാണുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ഒരു ഫേൺ വെറൈറ്റി ആണ്. ഇത് നമ്മൾ പോട്ടോട് കൂടി ആയിരിക്കും അയക്കുക. ബ്രെയിൻ ഫേൺ അല്ലെങ്കിൽ ലക്കി ഫേൺ എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ക്രീപ്പിംഗ് ചാർലി പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് മെക്സിക്കൻ ഫ്ലെയിം ആണ്. നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുക. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ മെക്സിക്കൻ ഫ്ലെയിമിൻ്റെ അയക്കുക. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് പെഡലാന്തസ് കേളി പിങ്ക് ആണ്. കുറച്ചൊരു വലിയ ലീഫിൽ വരുന്ന പെഡലാന്തസ് പ്ലാന്റ് ആണിത്. ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതുപോലെ കേളിയായിട്ടാണ് ലീഫ് കിടക്കുക. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുക. അടുത്തതും പെഡലാന്തസിൻ്റെ തന്നെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആണ്. കുറച്ചുകൂടി ചെറിയ ലീഫാണ് ഇതിന് വരിക. ഇതിനും 15 രൂപയാണ് റേറ്റ്. അടുത്തത് പെൻറ്റാസ് പ്ലാന്റ്സ് ആണ്. പെൻറ്റാസ് പ്ലാന്റ്സിൻ്റെ 2 കളറാണ് സ്റ്റോക്ക് ഉള്ളത്. ആദ്യത്തേത് ഈ ഒരു റെഡ് കളർ, ഡാർക്ക് റെഡ് അല്ല, കുറച്ച് എന്താ പറയുക, ഒരു പിങ്ക് കളറിന് റെഡ് കളറാണ്. രണ്ടാമത്തേത് ഈ ഒരു ഡാർക്ക് മജന്ത കളർ. ഈ 2 കളർ മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ. 80 രൂപയാണ് പെൻറ്റാസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഈ ഒരു ബോൾസം പ്ലാന്റിൻ്റെ സീഡ്സ് ആണ്. ഇതിൻ്റെ സീഡ്സ് ആവുമ്പോൾ പറയണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീഡ്സ് ആയിട്ടുണ്ട്. കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള സീഡ്സേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും മുടങ്ങാതെ കാണുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.